നമസ്കാരം. കൃഷി ദർശനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ശാന്തിഗിരിയുടെ ഔഷധ സസ്യ കലവറയായ ഹെർബൽ ഗാർഡനിലാണ്. കൃഷി എന്ന് പറഞ്ഞാൽ കേവലം പച്ചക്കറി ഉൽപ്പാദനം മാത്രമല്ല, അതിലുപരി ആരോഗ്യ പരിപാലനത്തിൽ ഊന്നിയുള്ള ഔഷധ സസ്യങ്ങളുടെ നിർമ്മാണവും പരിപാലനവും കൂടിയാണ്. ഇന്നത്തെ യുവതലമുറയ്ക്ക് ഔഷധ സസ്യങ്ങളെക്കുറിച്ചിട്ടുള്ള അവബോധം വളരെ കുറവാണ്. വളരെ ചെറിയ പരിചരണത്തോടുകൂടി വീട്ടുവളപ്പിൽ തന്നെ ഇത്തരം ഔഷധ സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും ഒപ്പം പരിപാലിക്കുകയും നമുക്ക് ചെയ്യാമെന്നുള്ളതാണ്. ഇന്നത്തെ എപ്പിസോഡിൽ വീട്ടുവളപ്പിൽ നട്ടുവളർത്താവുന്ന ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടാം. ഇത് ശാന്തിഗിരിയിലെ ഹെർബൽ ഗാർഡൻ. ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജിന് ചുറ്റുമുള്ള 10 ഏക്കർ സ്ഥലത്താണ് ഹെർബൽ ഗാർഡൻ ഒരുക്കിയിരിക്കുന്നത്. കൂവളം, ആനച്ചുവടി, വൻതിപ്പലി, വയമ്പ്, ദശപുഷ്പം, കറ്റാർവാഴ, കുടങ്ങൽ, മുക്കുറ്റി, പനിക്കൂർക്ക, ചിറ്റരത്ത, കൈതോന്നി തുടങ്ങി ധാരാളം ഔഷധ സസ്യങ്ങളും ഈ 10 ഏക്കറിൽ സുലഭമാണ്. ശാന്തിഗിരിയിലെ മെഡിക്കൽ സിദ്ധ കോളേജിലെ മരുന്നുകളുടെ ഭൂരിഭാഗവും നിർമ്മിക്കുന്നത് ഇത്തരം ഔഷധ സസ്യങ്ങളിൽ നിന്നുമാണ്. ഇവിടെ ചെടി വളർത്തുന്നത് ശാസ്ത്രീയമായ രീതികളിലൂടെയാണ്. കൃത്രിമമായി തയ്യാറാക്കിയ UV ചേമ്പറുകളിൽ ഫലഭൂയിഷ്ഠമായ മണ്ണ് ചാണകവുമായി കലർത്തി പ്രത്യേക പാക്കറ്റുകളിലാക്കി ഔഷധ സസ്യങ്ങൾ നടുന്നു. UV ചേമ്പറുകളിലെ ഹ്യൂമിഡിറ്റി വിത്തുകൾക്ക് വേഗം മുളപൊട്ടാൻ കാരണമാകുന്നു. ഒരാഴ്ച സ്മോഗർ വഴി ജലം തളിച്ച ശേഷം ഗ്രീൻ ഹൗസിലേക്ക് ചെടികൾ മാറ്റുന്നു. ഗ്രീൻ ഹൗസിൽ 2 ആഴ്ച സംരക്ഷിച്ച് ചെടികൾ വളർന്ന ശേഷം പുറത്ത് മണ്ണിൽ നടുന്നു. ഇത് നോനി. ഇന്ത്യൻ മൾബറി എന്നും മഞ്ഞണാത്തി എന്നും പേരുള്ള നോനിയുടെ ശാസ്ത്രനാമം മൊറിൻസ സിട്രിഫോളിയ എന്നാണ്. തുറസായ പ്രദേശങ്ങളിലും തെങ്ങിൻ തോട്ടങ്ങളിലും നോനി കൃഷി ചെയ്യാം. ഒരു കായയിൽ തന്നെ 100 കണക്കിന് വിത്തുകൾ ഉണ്ടാകും. ഇവ മുളച്ചു കിട്ടാൻ 6 മാസം മുതൽ 12 മാസം വരെ സമയമെടുക്കും. 2 മീറ്റർ അകലത്തിലായി 1.5 അടി നീളവും വീതിയും താഴ്ചയുമുള്ള കുഴിയിൽ കുമ്മായവും ചാണകവും ചേർത്ത് തൈകൾ നടാം. 2ാം വർഷം മുതൽ കായ്ച്ചു തുടങ്ങും. ഇവ സ്ഥിരമായി കായ്ക്കുന്നതിനാൽ കർഷകന് നിശ്ചിത വരുമാനം കൃത്യമായി ഉറപ്പാക്കാൻ സാധിക്കും. നോനി കൃഷി ഇന്ന് പ്രതിവർഷം കോടിക്കണക്കിന് രൂപ വരുമാനമുള്ള ഔഷധ മാർക്കറ്റിലെ താരമാണ്. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശക്തി കൂട്ടാനും ക്യാൻസർ, പ്രമേഹം, ഹൃദ്രോഗങ്ങൾ ഇവയ്ക്കെല്ലാം വൈദ്യശാസ്ത്രത്തിൽ നോനി ഉപയോഗിച്ചു വരുന്നു. കൃഷിയിലൂടെ ജീവിതം കരുപിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കർഷകർക്ക് മികച്ചൊരു ഉപജീവന മാർഗമാണ് നോനി കൃഷി. ഡോക്ടർ, ഇത് ഏത് ഔഷധ ചെടിയാണ്? കൂവളം വളരെ ഒരു പ്രസിദ്ധമായ ഒരു ഔഷധ ചെടിയാണ്. ആയുർവേദത്തിലും സിദ്ധവൈദ്യത്തിലും ഒക്കെ ഉപയോഗിച്ച് വരുന്നത്. കൂവളത്തിന് അനേകം ഇനങ്ങളുണ്ട്. അതിൽ ചെറിയ കൂവളം, കരിങ്കൂവളം, വെള്ള കൂവളം, സാധാരണ കൂവളം. ഇത് നമ്മളിപ്പോൾ കാണുന്നത് ചെറിയ കൂവളത്തിൻ്റെ വെറൈറ്റിയാണ്. സാധാരണ കൂവളങ്ങളുടെ ഒരുപാട് ശ്രേണി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ നിന്നും ഈ കൂവളത്തിനുള്ള പ്രാധാന്യം അല്ലെങ്കിൽ പ്രത്യേകത എന്താണ്? ഇപ്പോൾ നമ്മളിത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, അധികം വളരാത്ത ഒരു ചെടിയാണ്. സാധാരണ കൂവളം നമുക്ക് ഒരു ചെറിയൊരു മരത്തിൻ്റെ രൂപത്തിൽ വളർന്നെടുക്കും. ഇതാണെങ്കിൽ അധികം കുറ്റിയായിട്ട് വളരുന്ന, സാധാരണ വീട്ടുവളപ്പിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടി. ഇതിപ്പോൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും, സാധാരണ കൂവളത്തെക്കാട്ടും ചെറിയ ഇലകളായിരിക്കും. ഇലകൾക്കെല്ലാം കടുപ്പ് നിറം ഉണ്ടാവും. പിന്നെ സാധാരണ കൂവളത്തിനൊക്കെ സാമാന്യം വലിയ മുള്ളുകളായിരിക്കും. ഇതിന് ചെറിയ മുള്ളുകളാണ്. ഇത് വെച്ച് നമുക്ക് തിരിച്ചറിയാൻ പറ്റും.
സാധാരണ വളരുന്ന പോലെ തന്നെ വളർത്തുന്ന പോലെ തന്നെ നമുക്കിത് വളർത്തിയെടുക്കാൻ സാധിക്കും. ഇതിൻ്റെ പരിപാലനം എങ്ങനെയാണ്? പരിപാലനം പ്രത്യേകിച്ച് ഔഷധ ചെടിയൊക്കെ പ്രത്യേകിച്ച് പരിപാലനം വേണ്ടെങ്കിലും നമ്മൾ ജൈവ രീതിയിലുള്ള കൃഷി നമ്മൾ ഫോളോ ചെയ്താൽ വളരെയധികം നന്നായിരിക്കും. അതായത് ചാണകം, മണലും മണ്ണും ചേർന്നിട്ടുള്ള മിശ്രിതം ഇതിന് നല്ലൊരു വളമാണ്. അത് മതി, പ്രത്യേകിച്ച് ഇതിന് പ്രത്യേക കെയറിംഗ് ഒന്നും വേണ്ട. അപ്പോൾ മറ്റ് ജൈവ വളങ്ങളുടെ ഒന്നും ആവശ്യമില്ല? ജൈവ വളങ്ങൾ നമ്മൾ ജീവാമൃതം സാധാരണ ഉപയോഗിക്കാൻ പറ്റും ഇതുപോലുള്ള ചെടികൾ വളർത്താൻ വേണ്ടിയിട്ട്. ജലസേചനം എങ്ങനെയാണ്? സാധാരണ നമ്മൾ ചെടികൾക്ക് നനയ്ക്കുന്ന പോലെ തന്നെ ദിവസത്തിൽ 2 തവണ നമുക്ക് നനയ്ക്കാവുന്നതാണ്. നമ്മൾ ഈ കൂവളം പൊതുവെ ക്ഷേത്രങ്ങളിലാണ് നട്ടുപിടിപ്പിക്കുന്നത്. നമ്മുടെ വീട്ടുവളപ്പിലൊക്കെ ഇത് നട്ടുപിടിപ്പിക്കാൻ പറ്റും? കൂവളത്തിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ ആത്മാവിന് ഒരു പോസിറ്റീവ് എനർജി, ഇത് വളരുന്ന ഇടം അനുസരിച്ച് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ലഭിക്കുന്ന ഒരു മരമാണ് അല്ലെങ്കിൽ ചെടിയാണ്. അതുകൊണ്ട് നമ്മൾ പഴയ ക്ഷേത്രങ്ങളിലാണെങ്കിലും കുടുംബങ്ങളിലാണെങ്കിലും എല്ലാ വീടുകളിലും പണ്ട് കൂവളം ഉണ്ടായിരുന്നു, കൂവളം നട്ടിരുന്നു. ഈ വീട്ടുവളപ്പിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലെ ആൾക്കാർക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് പുരയിടമൊന്നും ഉണ്ടാവില്ല കൃഷിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ മട്ടുപ്പാവിൽ ഇതിൻ്റെ കൃഷി എങ്ങനെയാണ്? നമുക്ക് ഇതുപോലെ ഇപ്പോൾ കണ്ട് തന്നെ അറിയാം, ഒരു കുറ്റിച്ചെടിയാണ്. അല്ല, നമുക്ക് ചട്ടികളിൽ വെക്കാൻ പറ്റും. അല്ലെങ്കിൽ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നല്ലൊരു ഭാഗം അധികം വെയിലും അധികം നിഴലും അടിക്കാതെ ഭാഗത്ത് നമുക്ക് നടാൻ പറ്റും. പ്രത്യേകിച്ച് പരിപാലനമൊന്നും വേണ്ട ആവശ്യമില്ല ഈ ഔഷധ ചെടിക്ക്. ഈ ജീവാമൃതം എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? കൃഷിയുടെ രീതിയിൽ അല്ലെങ്കിൽ കർഷകരുടെ രീതിയിൽ ജീവാമൃതം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ജൈവ ഔഷധമാണ്. അതൊരു മിശ്രിതം തന്നെയാണ്. വെച്ചൂർ പശുവിൻ്റെ ചാണകവും ഗോമൂത്രവും പയറുപൊടിയും ശർക്കരയും ചേർന്ന ഒരു മിശ്രിതമാണ് ജീവാമൃതം. ഇത് ചെടികളുടെ സ്വാഭാവികമായ പ്രതിരോധശേഷി നമ്മൾ തളിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുമ്പോൾ വളരെയധികം വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് തന്നെ നമുക്ക് ഇതിന് ഉപയോഗിക്കാം, സാധാരണ ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ തന്നെ. ഈ ചെടിയുടെ ഔഷധ ഗുണത്തെക്കുറിച്ചൊന്ന് പറയാമോ? കൂവളത്തിൻ്റെ ഗുണത്തിന് സമാനമായ ഗുണങ്ങൾ നമുക്ക് ഈ ചെറുകൂവളത്തിൽ തന്നെയുണ്ട് വളരെയധികം. ഇപ്പോൾ ഉദര സംബന്ധമായ രോഗങ്ങളും അല്ലെങ്കിൽ വയറ് സംബന്ധമായ രോഗങ്ങളിലാണ് സാധാരണ നമ്മൾ ചെറുകൂവളം സാധാരണ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ തനിച്ചാറ് അല്ലെങ്കിൽ ഇത് ഇടിച്ചു പിഴിഞ്ഞ ചാറോ ഇതിൻ്റെ വേര് ഉണക്കിയ കഷായമോ ആണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. ഛർദി, വയറിലുണ്ടാകുന്ന പുണ്ണുകൾ, അതായത് നമ്മൾ ഗ്യാസ്ട്രിക് അൾസേഴ്സ് എന്ന് പറയും, വയറ്റിലുണ്ടാകുന്ന പുണ്ണ്, പെപ്റ്റിക് അൾസർ, ഇതിനൊക്കെ ആറ്റാൻ അല്ലെങ്കിൽ ഇതിനെ പെട്ടെന്ന് തന്നെ കരിക്കാനുള്ള ശേഷി, വ്രണത്തെ രോപിക്കാൻ ഉള്ള ശേഷി ചെറുകൂവളത്തിലുള്ളതുകൊണ്ട് ഇത് അതുപോലുള്ള അസുഖങ്ങൾക്ക് നല്ല ബലം നൽകുന്നു. ഇതിൻ്റെ കഷായത്തിന് നമ്മൾ മലര്, ജീരകമൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ സാധാരണ ഛർദിക്ക് എത്ര നിൽക്കാത്ത ഛർദി വരെ നിൽക്കും ഈ ചെറുകൂവളത്തിൻ്റെ കഷായത്തിൽ നിന്നാണ് ആചാര്യന്മാർ പറയുന്നത്. വീട്ടമ്മമാരെല്ലാം തന്നെ അവരുടെ വീട്ടുവളപ്പിൽ അല്ലെങ്കിൽ കൃഷിത്തോട്ടങ്ങളിൽ സാധാരണമായി വളർത്തിയെടുക്കാൻ അല്ലെങ്കിൽ അധിക പരിചരണമൊന്നും ഇല്ലാതെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഔഷധ ചെടി തന്നെയാണ് ചെറുകൂവളം. ധാരാളം ഔഷധ ഗുണങ്ങളുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് അവരവരുടെ വീട്ടുവളപ്പിൽ വളർത്തണമെന്ന് പറയാം. ആനച്ചുവടി സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ പ്രതിരോധശേഷി കുറവ്, വർഷകാല പനികളെല്ലാം വരുമ്പോൾ പനി വന്നതിന് ശേഷം പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വളരെയധികം കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ WBC കൗണ്ട്, വെള്ള ശ്വേത രക്താണുക്കൾ കുറയുന്നു, ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വളരെയധികം കുറയുന്ന ഈ അവസ്ഥകളിൽ ഈ ആനച്ചുവടി ഒരു നല്ലൊരു ഒറ്റമൂലി തന്നെയാണ്. ഇതിൻ്റെ വേരിൻ്റെ കഷായം അല്ലെങ്കിൽ ഇത് സമൂലം ചേർത്തിട്ടുള്ള കഷായം അല്ലെങ്കിൽ ഇടിച്ചു പിഴിഞ്ഞ നീര് നമ്മൾ തേനിലോ അല്ലെങ്കിൽ പാലിൽ കുറുക്കി കഴിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പ്രതിരോധശേഷി അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് ഗണ്യമായി വർദ്ധിക്കുന്നതായിട്ട് ശാസ്ത്രീയമായി തന്നെ തെളിയിച്ചിട്ടുണ്ട്. ഇത് സാധാരണ വളരുന്നത് എങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ്? പ്രത്യേക പരിചരണമൊന്നും ഇല്ലെന്ന് തന്നെ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ വീട്ടിലെ എല്ലാ പരിസരങ്ങളിലും ഇത് വളർത്താൻ അല്ലെങ്കിൽ പടർന്നു വരുന്ന ഒരു ചെടി തന്നെയാണ്. സാധാരണ വീട്ടുവളപ്പിൽ കാണുന്ന ഒരു ഔഷധ സസ്യമാണ് മുക്കുറ്റി. നമ്മൾ കളയായിട്ട് നമ്മളിത് പലപ്പോഴും പറിച്ച് കളയാറേ ഉള്ളൂ. ഇതിൻ്റെ ഗുണങ്ങൾ വളരെയധികം ഉണ്ട്. കാരണം ഇത് ദശപുഷ്പത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മുക്കുറ്റി. സ്ത്രീകൾക്കുണ്ടാകുന്ന ഗർഭാശയ വ്രണങ്ങൾ തൊട്ട് ഗർഭാശയത്തിൻ്റെ അമിതമായ രക്തസ്രാവം, അതിനെ മെനറേജിയ എന്ന് പറയും, ഇതുപോലുള്ള കണ്ടീഷൻസിലെല്ലാം മുക്കുറ്റി നമ്മൾ ചേർത്തിട്ടുള്ള ഔഷധങ്ങളാണ് സാധാരണ കൊടുക്കുക. മുക്കുറ്റി ചേർത്ത് മുക്കുറ്റിയുടെ തനിച്ചാറ് ഇടിച്ച് പിഴിഞ്ഞ് നമ്മൾ കരിപ്പൊട്ടിയും തേങ്ങാപ്പാലും ചേർത്തിട്ട് കിരിസരി അല്ലെങ്കിൽ പായസം ചെയ്ത് നമ്മൾ കൊടുക്കാറുണ്ട്. 2 നേരം 3 നേരം ചെയ്ത് കൊടുക്കുമ്പോൾ
ഏത് അമിത രക്തസ്രാവവും ഉടനടി നിൽക്കും. ആന്തരിക അവയവങ്ങളുണ്ടാകുന്ന രക്തസ്രാവം, വയറ്റിലുണ്ടാകുന്ന പുണ്ണുകൾ, പിന്നെ മൂത്രാശയത്തിലുണ്ടാകുന്ന ബാക്കിയുള്ള അപാകതകളും കേടുകളുമെല്ലാം മുക്കുറ്റി തീർക്കുന്നതാണ്. ചിറ്റരത്ത അഥവാ രാസ്ന സാധാരണ നമ്മൾ വീടുകളിൽ വളർത്തുന്നില്ലെങ്കിലും വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ഔഷധ സസ്യമാണ്. ഇത് നമ്മൾ രാസ്ന എന്ന വേറൊരു പേര് ഈ ചിറ്റരത്തയ്ക്കുണ്ട്. കാരണം വാതരോഗത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട മഹാരാസ്നാദി കഷായം, രാസനരണ്ടാദി കഷായത്തിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവ തന്നെയാണ് ചിറ്റരത്ത. കഫരോഗം മാത്രമല്ല, എല്ലാത്തരം സന്ധിവാതങ്ങൾ, നടുവേദന പോലുള്ള എല്ലാ വ്യാധികൾക്കും നമ്മൾ ചിറ്റരത്തയുടെ വേര് ചിറ്റരത്തയുടെ കിഴങ്ങ് നമ്മൾ മരുന്നാക്കി ഉപയോഗിക്കാറുണ്ട്. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് ഇതിൻ്റെ ഇലച്ചാറ് നമ്മൾ ഇടിച്ച് പിഴിഞ്ഞ് തേനും കൽക്കണ്ടം ചേർത്ത് നമ്മൾ കൊടുക്കാറുണ്ട് കുട്ടികൾക്ക്. പ്രധാനപ്പെട്ടും വിഷരോഗങ്ങൾക്കാണ് നമ്മൾ നീലാമരി ഉപയോഗിക്കാറ്. 18 തരത്തിലുള്ള ഗ്രന്ഥപ്രകാരം 18 തരത്തിലുള്ള വിഷത്തിനാണ് നീലാമരി പ്രയോഗിക്കുക. അത് നമ്മളിപ്പോൾ ഭക്ഷ്യവിഷബാധ ആയിക്കോട്ടെ, ചെറിയ ചെറിയ വിഷക്കടികൾ, ഇപ്പോൾ ചിലന്തി അല്ലെങ്കിൽ തേള്, പഴുതാര, ചെറിയ പാമ്പുകളുടെ വിഷം, ഇതിനെല്ലാം നമ്മളിത് അറ്റകൈ ഒറ്റമൂലി പ്രയോഗമായിട്ട് തന്നെ നീലാമരി ഉപയോഗിക്കാറുണ്ട്. ഇതുകൂടാതെ നമ്മൾ ചില മരുന്നുകൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന റിയാക്ഷൻ, ഡ്രഗ് റിയാക്ഷൻ എന്ന് പറയും. ചില അലോപ്പതി കഴിക്കുമ്പോൾ ചിലവർക്ക് നന്നായിട്ടുണ്ടാവില്ല. ചില ആയുർവേദ മരുന്നുകൾ കഴിക്കുമ്പോൾ ചിലവർക്ക് ശരീരത്തിൽ പിടിക്കുന്നുണ്ടാവില്ല, അവരുടെ ശരീരം ചൊറിഞ്ഞ് തടിച്ച് വരും. അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ആൻറ്റിഡോട്ടായിട്ട് അല്ലെങ്കിൽ വിഷസംഹാരിയായിട്ടാണ് സാധാരണ നമ്മൾ ഈ നീലാമരി ഉപയോഗിക്കുക. ഏത് ഭാഗം ഉപയോഗിക്കുക എന്ന് വെച്ചാൽ ഇതിൻ്റെ വേരിൻ്റെ ഭാഗമാണ് ഏറ്റവും ഗുണമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് വേരിലെ തൊലി നമ്മൾ അരച്ച് ഒരു നെല്ലിക്കയുടെ അളവോ മോരിലോ അല്ലെങ്കിൽ പാലിലോ ചേർത്തിട്ടാണ് ഇതുപോലെ വിഷത്തിന് നമ്മൾ കൊടുക്കുക. ഇതുകൂടാതെ വിട്ടുമാറാത്ത പനി, പിന്നെ കരൾ രോഗം, കരളിൽ ബാധിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് പോലുള്ള രോഗങ്ങൾ, കരൾ രോഗങ്ങൾക്കൊക്കെ ഈ നീലാമരി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പൊതുവേ കൊച്ചുകുട്ടികളുടെ ഈ തലമുടി കേശ സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട് നീലാമരിയുടെ എണ്ണ ഉപയോഗിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പം അതെങ്ങനെയാണ്? നീലാമരിയായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എണ്ണയാണ് നീലി ഭൃംഗാതികേരം അല്ലെങ്കിൽ നീല അമലാക തൈലം. ഈ 2 തൈലങ്ങൾ സാധാരണ മുടിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അസുഖങ്ങളും, എല്ലാവർക്കും ചിലപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ മുടി കൊഴിച്ചിലുണ്ടാവും, താരനുണ്ടാവും, അതുമല്ല ശരീരത്തിന് അമിതമായ ചൂട് കൊണ്ട് ചിലപ്പോൾ മുടി പൊട്ടിപ്പോണ്ടാവാം. ഇതിനെല്ലാം നമ്മൾ ഈ നീലാമരി വെച്ചിട്ട് കാച്ചുന്ന എണ്ണയാണ് സാധാരണ തലയിൽ തേക്കുക. അതിലേറ്റവും പ്രസിദ്ധമാണ് നീലി ഭൃംഗാതി തൈലം. ഈ ചെടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കീടനാശിനികളോ അങ്ങനെ എന്തെങ്കിലും പ്രയോഗിക്കുന്നുണ്ടോ? 1 വർഷം വരെ നിൽക്കുന്ന ഒരു ചെടിയാണ്. അപ്പോൾ നമ്മളിത് സാധാരണ ചെടി പരിപാലിക്കുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടി. ഇതിൻ്റെ കായ ബലം ആവുന്ന സമയത്ത് നമ്മൾ ഈ ഇലകൾ വെട്ടി വയ്ക്കുന്നത് ചെടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതുമല്ല, നമ്മൾ ഈ വേരുകളിൽ നിന്ന് കൂടുതൽ പുഴുവിൻ്റെ ആക്രമണം ഈ ചെടികൾ വരും. അതുകൊണ്ട് വേപ്പിൻ്റെ പിണ്ണാക്ക് അതുപോലുള്ള വളങ്ങൾ, നമ്മൾ ജൈവമായിട്ടുള്ള വളങ്ങൾ നമ്മൾ ആദ്യമേ മണ്ണിൽ ചേർത്തിട്ട് സാധാരണ ചെയ്യാറുണ്ട്. കുരുമുളകിൻ്റെ ഇല പോലെ തോന്നുന്നുണ്ട്. ഈ ചെടിയെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ പറ്റുമോ? കുരുമുളകിൻ്റെ അതേ സസ്യകുടുംബത്തിൽ, പൈപ്പറേസി എന്ന സസ്യകുടുംബത്തിൽ വളരുന്ന ഒരു ഔഷധ ചെടിയാണ്. ഇതിന് തിപ്പലി, പൈപ്പർ ലോങ്കം എന്ന് പറയും. ഒരുപാട് ഇനങ്ങൾ ഈ തിപ്പലിയുടെ തന്നെയുണ്ട്. വൻ തിപ്പലി കുറച്ചുകൂടെ വലിയ കായായിരിക്കും, ചെറുതിപ്പലി ചെറിയ കായായിരിക്കും, കാട്ടുതിപ്പലി വേറൊരു ഇനമാണ്. ഇപ്പം നമ്മൾ കാണുന്ന സാധാരണ വീടുകളിൽ വളർത്താൻ പറ്റുന്ന തിപ്പലി ഏറ്റവും ഔഷധ വീര്യമുള്ള ചെടിയാണ്. ഇതിൻ്റെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ തണ്ടിൽ നിന്നും ഓരോ ഇലകൾ വളരുന്നതായിട്ട് കാണാൻ സാധിക്കും. വൻതിപ്പലിക്ക് അങ്ങനെയല്ല, ഒരു തണ്ടിൽ നിന്നും 2-3 ഇലകൾ വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇത് പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ വളർച്ച എങ്ങനെയാണ്? പ്രത്യേകിച്ച് സാധാരണ ഞാൻ പറഞ്ഞു, ഔഷധ ചെടികൾക്ക് പ്രത്യേക വളരുന്ന അന്തരീക്ഷം വേണ്ടെങ്കിലും നമ്മൾ ജൈവവളങ്ങൾ തന്നെ ഇട്ട് വളർത്തിയാൽ മതി. സാധാരണ പ്രത്യേക പരിചരണമൊന്നും ആവശ്യമില്ല ഈ ചെടിക്ക്. വീട്ടുവളപ്പിൽ വളർത്താൻ പറ്റുന്ന ചെടിയാണോ ഇത്? അതെ തന്നെ. അത് നമുക്ക് സാധാരണ ചട്ടികൾ, ഔഷധ ചെടികൾ വയ്ക്കുന്ന അല്ലെങ്കിൽ ഓർണമെൻ്റൽ പ്ലാന്റ്സ് വയ്ക്കുന്ന ചട്ടികളിൽ തന്നെ നമുക്കിത് വയ്ക്കാൻ സാധിക്കുന്നതാണ്. പ്രത്യേക പരിചരണമൊന്നും വേണ്ട, അധികം വെയിലും ആവശ്യമില്ല. പക്ഷേ വെള്ളം അധികം 2 നേരം നമുക്കിതിന് കൊടുക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഈ ഔഷധ ഗുണം എങ്ങനെയാണ്? ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഉപയോഗിക്കും. എന്നാലും പ്രധാനമായി ഇതിൻ്റെ ആ ഒരു കായ്,
ഉണങ്ങിയ കായ, അതിനെ തിപ്പിലി എന്ന് പറയും. ആ തിപ്പിലി ഉണക്കി പൊടിച്ചാണ് നമ്മൾ സാധാരണ മരുന്നുകളിൽ ഉപയോഗിക്കുന്നത്. വളരെ പ്രസിദ്ധമായ തിപ്പിലി രസായനത്തിൻ്റെ പ്രധാന ചേരുവ തന്നെയാണ് ഈ തിപ്പിലി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇല നമ്മൾ വാട്ടിപ്പിഴിഞ്ഞ് നീര് നമുക്ക് കുട്ടിയൊക്കെ കൊടുക്കാം, തേൻ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാ ഉണക്കി വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് തേനോട് ചാലിച്ച് കൊടുത്തു കഴിഞ്ഞാൽ തൊണ്ടയടപ്പ് അല്ലെങ്കിൽ കഫത്തിൻ്റെ ശല്യം, വയറിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ, ഇതിനൊക്കെ വളരെയധികം പ്രയോജനം തരുന്ന ഒരു മരുന്ന് തന്നെയാണ്. ഇപ്പോൾ ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ ക്ഷയം പോലുള്ള രോഗങ്ങൾക്ക് വളരെയധികം ഗുണം നൽകുന്നതായിട്ട് ഇപ്പോൾ അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. സ്കിൻ ഡിസീസസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ ഇത്? അതെ, അത് ഒരു പ്രത്യേക ഗുണം തന്നെയാണ്. കാരണം ഇതിൻ്റെ ഞാൻ പറഞ്ഞ പോലെ ഉണക്കി പൊടിച്ചിട്ട് 41 ദിവസം ചൂടുവെള്ളത്തിൽ ചേർത്ത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ത്വക്ക് രോഗ സംബന്ധമായ എല്ലാം മാറുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് പച്ചക്കറി കൃഷിയോടൊപ്പം തന്നെ നമുക്ക് അധികം പരിപാലനമൊന്നും ഇല്ലാതെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഔഷധച്ചെടി തന്നെയാണ് തിപ്പിലി. ഇപ്പോൾ നമ്മൾ കണ്ട ഔഷധ സസ്യങ്ങളെല്ലാം തന്നെ വീട്ടുവളപ്പിലും മട്ടുപ്പാവിലുമായി പച്ചക്കറി കൃഷിയോടൊപ്പം ഇടവേള കൃഷിയായി പരീക്ഷിക്കാവുന്നതാണ്. ഇതിനുള്ള വിപണിയും ഏറെയാണ്. ഇത് കേരളത്തിലെ വീട്ടമ്മമാർക്ക് മികച്ചൊരു മാതൃകയാകട്ടെ. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കന്നുകുട്ടി പരിപാലന പദ്ധതി വിപുലമാക്കുന്നു. ഉൾനാടൻ മത്സ്യകൃഷിയിലും അലങ്കാര മത്സ്യകൃഷിയിലും പരിശീലനം. വിശദമായ വാർത്തകളിലേക്ക്. കന്നുകുട്ടി പരിപാലന പദ്ധതിയിൽ 50,000 കിടാങ്ങളെ ഉൾപ്പെടുത്തി വിപുലമാക്കാൻ ഗവൺമെന്റ് ഒരുങ്ങുന്നു. സംസ്ഥാനത്തെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും പശുകിടാങ്ങളെ ദത്തെടുത്ത് അവയ്ക്ക് 32 മാസം വരെ പകുതി നിരക്കിൽ കാലിത്തീറ്റ നൽകി സംരക്ഷിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതമല്ലാതെ തന്നെ മുഴുവൻ സബ്സിഡി തുകയും കർഷകർക്കായി മൃഗസംരക്ഷണ വകുപ്പ് വഹിക്കും. 3 മാസത്തിനും 9 മാസത്തിനും ഇടയ്ക്ക് പ്രായമുള്ള കന്നുകുട്ടികളെ അടുത്ത മാസം മുതൽ പദ്ധതിയിൽ അംഗമാക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഗ്രാമപഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്ന മൃഗാശുപത്രിയുമായി ബന്ധപ്പെടുക. മണ്ണിലൂടെ പടരുന്ന രോഗങ്ങൾ ചെറുക്കാൻ പച്ചക്കറി വിളകൾ പ്രതിരോധശേഷിയുള്ള ഇനങ്ങളിൽ ഗ്രാഫ്റ്റ് ചെയ്ത് തയ്യാറാക്കിയ തൈകൾ മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ലഭ്യമാണ്. തക്കാളി, വഴുതന, മുളക്, ക്യാപ്സിക്കം തുടങ്ങിയവ ഗവേഷണ കേന്ദ്രം തന്നെ വികസിപ്പിച്ചെടുത്തതാണ്. ഇവ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണ്. വിശദവിവരങ്ങൾക്ക് 0487 2 370 726 എന്ന നമ്പറിൽ ലഭിക്കും. ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിൽ നിന്നുള്ള അറിയിപ്പ്. കണ്ണൂർ തളിപ്പറമ്പ് കരിമ്പ ജില്ലാ കൃഷിത്തോട്ടത്തിൽ 4 വർഷം കൊണ്ട് സമൃദ്ധിയായി കായ്ക്കുന്ന കുടംപുളി ഗ്രാഫ്റ്റ് തൈകൾ വിൽപ്പനയ്ക്ക് തയ്യാറാണ്. കൂടാതെ 4 വർഷം കൊണ്ട് കായ്ക്കുന്ന മാംഗോസ്റ്റിൻ തൈകളും ലഭിക്കും. കുടംപുളി ഗ്രാഫ്റ്റിന് 50 രൂപയും മാംഗോസ്റ്റിന് 90 രൂപയുമാണ് വില. ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0460 2 203 154. ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിൽ നിന്നുള്ള മറ്റൊരു അറിയിപ്പ്. തിരുവനന്തപുരം ചിറയൻകീഴ് സ്റ്റേറ്റ് സീഡ് ഫാമിൽ സ്വപ്ന ഹൈബ്രിഡ് പപ്പായ തൈകൾ ലഭ്യമാണ്. നല്ല രീതിയിൽ പരിചരിച്ചാൽ 6 മാസം കൊണ്ട് സമൃദ്ധിയായി കായ്ക്കുന്ന ഇനമാണിത്. വിശദവിവരങ്ങൾക്ക് 0470 2 644 291 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഉൾനാടൻ മത്സ്യകൃഷിയിലും അലങ്കാര മത്സ്യകൃഷിയിലും ഫിഷറീസ് വകുപ്പ് പരിശീലനം നൽകുന്നു. അഴീക്കോട്, മലമ്പുഴ, നെയ്യാർ ഡാം, പള്ളം, ഞാറയ്ക്കൽ എന്നിവിടങ്ങളിലെ അക്വാകൾച്ചർ പരിശീലന കേന്ദ്രങ്ങൾ വഴി ആധുനിക സാങ്കേതിക സംവിധാനങ്ങളോട് കൂടിയാണ് പരിശീലനം. ശുദ്ധജല മത്സ്യകൃഷി വികസന ഏജൻസിയിലും ജില്ലാതല FFDAയിലും രജിസ്റ്റർ ചെയ്ത കർഷകർക്കാണ് പരിശീലനം. വിശദവിവരങ്ങൾക്ക് ഫിഷറീസ് വകുപ്പിന്റെ ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടറുമായി ബന്ധപ്പെടാം. കൊല്ലം ആയൂർ തോട്ടത്തറയിൽ ജില്ലാ പഞ്ചായത്തും
മൃഗസംരക്ഷണ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വളർത്തുമൃഗ പക്ഷി പ്രദർശനം ഈ മാസം 28-ന് നടക്കും. അലങ്കാര പക്ഷികൾ മുതൽ ഇന്ത്യയിലെ പ്രശസ്തമായ ആടിനങ്ങൾ വരെ പ്രദർശനത്തിനുണ്ടാകും. പ്രദർശനത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 0442-793-464 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കർഷകർക്കുള്ള സൗജന്യ വൈദ്യുതിക്ക് അർഹരായ ഗുണഭോക്താക്കളുടെ പട്ടിക വട്ടംകുളം കൃഷിഭവനിൽ പരിശോധനയ്ക്ക് ലഭ്യമാണ്. അന്തിമ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത മുൻ ഗുണഭോക്താക്കൾക്ക് തങ്ങളുടെ ആഗസ്റ്റ് മാസം മുതലുള്ള വൈദ്യുതി ബിൽ അതത് വൈദ്യുതി സെഷൻ ഓഫീസിൽ നേരിട്ടടയ്ക്കണം. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 16,600 രൂപ, കോഴിക്കോട് 17,400, തൃശൂർ 16,600, കൊപ്ര കൊച്ചി 11,500, കോഴിക്കോട് 11,000, തൃശൂർ 11,000, കുരുമുളക് അൺഗാർബിൾഡ് 70,000, ഗാർബിൾഡ് 73,000, ചുക്ക് മീഡിയം 31,000, ബെസ്റ്റ് 32,500, മഞ്ഞൾ സേലം 7,000, ഈറോഡിൽ 7,200, അടയ്ക്ക പുതിയത് 25,000 മുതൽ 26,000 വരെ. കൊച്ചി റബ്ബർ RSS 5 12,300 രൂപ, റബ്ബർ RSS 4 12,900, കോട്ടയം റബ്ബർ RSS 5 12,400, റബ്ബർ RSS 4 12,900. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 16,600 രൂപ, കൊപ്ര 11,500, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,300, റോട്ടറി 3,000, കുരുമുളക് അൺഗാർബിൾഡ് 70,000, ഗാർബിൾഡ് 73,000, ചുക്ക് മീഡിയം 31,000, ബെസ്റ്റ് 32,500, മഞ്ഞൾ നാടൻ 6,200, അടയ്ക്ക പുതിയത് 25,000 മുതൽ 26,000 വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200 മുതൽ 270 രൂപ വരെ, തൊണ്ടില്ലാത്തത് 400 മുതൽ 480 വരെ. ജാതിപത്രി 700 മുതൽ 800 വരെ. ഗ്രാമ്പു 900 മുതൽ 1,025 വരെ. റബ്ബർ RSS 5 ക്വിൻ്റലിന് 12,300 രൂപ, റബ്ബർ RSS 4 12,900, ഒട്ടുപാൽ 8,300, ലാറ്റക്സ് 9,000. കമ്പോള അവലോകനം. റബ്ബർ വിപണിക്ക് വീണ്ടും തിരിച്ചടി നേരിട്ടു. അവധി വ്യാപാരത്തിലെ വിൽപ്പന സമ്മർദ്ദത്തിനിടയിൽ ടയർ നിർമ്മാതാക്കൾ നിരക്ക് താഴ്ത്തി കൊട്ടേഷൻ ഇറക്കി. 4ാം ഗ്രേഡ് കിലോ 129 താഴ്ന്നു. ലാറ്റക്സ് 85 രൂപ വരെ ഇടിഞ്ഞ് കൈമാറ്റം നടന്നു. തമിഴ്നാട്ടിൽ വെളിച്ചെണ്ണയ്ക്ക് നേരിട്ട തളർച്ച കണ്ട് മലബാർ മേഖലയിലെ മില്ലുകാർ കൈവശമുള്ള എണ്ണ വിൽപ്പന നടത്താൻ മത്സരിച്ചു. കോഴിക്കോട് വെളിച്ചെണ്ണയ്ക്ക് 200 രൂപയും തൃശൂർ 100 രൂപയും കുറഞ്ഞു. അതേസമയം കൊച്ചി മാർക്കറ്റ് സ്റ്റഡിയാണ്. ഉത്സവ ഡിമാൻഡിൽ പ്രതീക്ഷ നിലനിർത്തുകയാണ് പ്രാദേശിക വ്യാപാരികൾ. ഏലയ്ക്ക അവധി വ്യാപാരത്തിൽ ഉൽപ്പന്നത്തിന് കനത്ത വില തകർച്ച. 2 ദിവസം കൊണ്ട് കിലോ 50 രൂപ ഇടിഞ്ഞത് കർഷകരിലും സ്റ്റോക്കിസ്റ്റുകളിലും പിരിമുറുക്കമുളവാക്കി. ശാന്തൻപാറയിൽ നടന്ന ലേലത്തിൽ മികച്ച ഇനം കിലോ 987 രൂപയിലാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കുരുമുളകിന് ആവശ്യക്കാരെത്തുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാര രംഗം. ടെർമിനൽ വിപണിയിലേക്കുള്ള കുരുമുളക് വരവ് നാമമാത്രമാണ്. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 31.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22.6 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 32.2, 23.4. കൊച്ചി 30.4, 26.2. ആലപ്പുഴ 31.4, 26.2. പുനലൂർ 32.5, 22.2. തിരുവനന്തപുരം 31, 24.2 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.